ചേരാം പെണ്ണാളെ പൊന്നോണക്കാലത്ത്. സിദ്ധാർത്ഥ്, ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയേറെ ചിത്രങ്ങൾ. ആദ്യ ചിത്രം നോർത്ത് 24 കാതം. അതിനുശേഷം ഇറങ്ങിയ ഏതാണ്ട് എല്ലാ മലയാളി ചിത്രങ്ങളിലും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ബാംഗ്ലൂർ ഡേയ്സിൽ നല്ല പടത്തിൽ എല്ലാറ്റിലും ഏതാണ്ട് അസോസിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതെ. ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് വലിയൊരു സക്സസ് റേറ്റ് സിദ്ധാർത്ഥന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അങ്ങനെ ഐ ഫീൽ മൈസെൽഫ് വെരി ലക്കി. കാരണം പാട്ടത്ര ചോദിച്ചാൽ അത്ര സംഭവമൊന്നല്ല, ഞാൻ നന്നായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എളിമ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെ എന്നാലും അങ്ങനല്ല, അത് സത്യമാണ്. കാരണം ഐ കാൺ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് ലേൺഡ് മ്യൂസിക്. അപ്പോൾ അതൊരു വിഷമമുണ്ട് എനിക്ക്. എല്ലാ സ്ഥലത്തും അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റില്ല. ഞാനൊരു വലിയ ഫാനാണ് സോനു നിഗം സാറിൻ്റെ. അപ്പോൾ പക്ഷേ സോനു നിഗം സാറാണെങ്കിൽ ഹി ക്യാൻ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് എനി വൺ. അങ്ങനത്തെ ഒരു സിംഗറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിംഗർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സംഗീതം പഠിച്ചിട്ടുള്ളതല്ലേ? സംഗീതം അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചിട്ടയായിട്ട് പഠിച്ചിട്ടില്ല. ഫാമിലിയിൽ ആരെങ്കിലും പാടുമായിരുന്നു? ഫാമിലിയിൽ അച്ഛൻ്റെ ഫാമിലിയിൽ പാടും. എൻ്റെ ചെറിയച്ഛനുണ്ട് തൈക്കുടം ബ്രിഡ്ജിൽ. ഓക്കെ. എൻ്റെ ചെറിയച്ഛനുണ്ട് പീതാംബരൻ. സോ ഇറ്റ്സ് ദെയർ ഇൻ ബ്ലഡ്. അതെ. സിദ്ധാർത്ഥിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ സോനു നിഗമാണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഒരു ഐഡലായിട്ട് കാണുന്നത് സോനു നിഗമാണ് അല്ലേ? അതെ, സോനു നിഗം മാത്രമല്ല, AR റഹ്മാൻ സാറുമാണ്. ഓക്കെ. സിദ്ധാർത്ഥിന് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഓഫേഴ്സ് കിട്ടുന്നുണ്ടോ? ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്. ഓഫേഴ്സും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറേ ഡയറക്ടേഴ്സ് എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷെ നല്ല നല്ല കോൺസെപ്റ്റും നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. 5 മിനിറ്റ് ആയാലും ആ 5 മിനിറ്റിലൊരു ഇമ്പാക്റ്റ്, അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഫുൾ മൂവി ചെയ്യണം തന്നെ ആഗ്രഹമില്ല. തീർച്ചയായിട്ടും തനിക്ക് ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. അതെ, അത് ഫ്ലോപ്പ് ആയിട്ട് പിന്നെ പണി കിട്ടാണ്ടിരുന്നാൽ മതി. അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അഭിനയത്തിന് താല്പര്യമുണ്ട്. അതെ, എല്ലാം നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ, നല്ല ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പൊ പുതിയ തലമുറയിലെ സിംഗേഴ്സ്, അതിലാരെയാണ് ഏറ്റവും കൂടുതൽ ഒരു ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്? മലയാളത്തിനാണ് ചോദിക്കുന്നത് അതോ മലയാളത്തിലോ? എനിക്കൊന്ന് നിഖിൽ മാത്യുവിനെ ഞാൻ എൻ്റെ അവാർഡ് ഫംഗ്ഷനിൽ ഐ ഹേർഡ് ഹിം ലൈവ്. അപ്പോൾ ഐ തിങ്ക് നിഖിൽ മാത്യു. അപ്പോൾ അദ്ദേഹത്തെയാണ് താങ്കൾ ഏറ്റവും അടുത്ത കോമ്പറ്റീറ്റർ ആയിട്ട് കാണുന്നത്? അയ്യോ, അങ്ങനെ ഒരിക്കലില്ല. കോമ്പറ്റീഷൻ അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാവരും എവ്രിവൺ ഹാസ് ദർ ഇൻഡിവിജ്വൽ പ്ലസ് പോയിന്റ്സ് ആൻഡ് നെഗറ്റീവ് പോയിന്റ്സ്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, യു ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മുംബൈ. വീട്ടിൽ എന്ത് ഭാഷയാണ് സംസാരിക്കാറുള്ളത്? വീട്ടിൽ ഹിന്ദി തന്നെയാണ് സംസാരിക്കാറ്. കാരണം അമ്മ ബോംബെയിൽ തന്നെയായിരുന്നു. ഞങ്ങൾ അച്ഛൻ ഇവിടെയായിരുന്നു, ഇവിടെയാണ് പഠിച്ചത്, എറണാകുളയിലാണ് പഠിച്ചത്. ഓക്കെ. പക്ഷെ എല്ലാം സെറ്റിൽഡൊക്കെ അവിടെ തന്നെയാണ്, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് അവിടെ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ സാധാരണ ഹിന്ദിയാണ് സംസാരിക്കുക. ചിലപ്പോൾ ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ ഒക്കെ മലയാളം ചിലപ്പോൾ സംസാരിക്കും. ഓക്കെ. അപ്പോൾ വീട്ടിൽ ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് മലയാളത്തിൻ്റെ ഉച്ചാരണം കൂടുതൽ നന്നാവോ അതോ അതിന് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? എനിക്കിപ്പോൾ ഐ എം ഹാബിച്വൽ. ഇപ്പോൾ സഡൻലി ഇപ്പോൾ എനിക്ക് വീട്ടിൽ മലയാളം സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം ഒരു ഹാബിച്വൽ ആണത്. ചെറുപ്പം തൊട്ട് ഹിന്ദി തന്നെ സംസാരിച്ചിട്ട് ശീലമായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഞാൻ ലിറിക്സ് ചിലപ്പോൾ ഐ തിങ്ക് ഐ എം നോട്ട് ദാറ്റ് ബാഡ്. മനസ്സുകൊണ്ടൊരു മലയാളിയാണെന്ന് അവകാശപ്പെടാം. ഒബ്വിയസ്ലി മലയാളി തന്നെയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ മറ്റു ഭാഷകളിൽ പാടാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ പാടും. മ്യൂസിക് ഹാസ് നോ ലാംഗ്വേജ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ മറ്റു ഭാഷകളിൽ ഇപ്പോൾ ഏതൊക്കെ ഭാഷകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? തമിഴിൽ എനിക്കൊരു ജിവി പ്രകാശ് സാറിൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഹിന്ദിയിലും ഒരു 2 ഫിലിമിൽ ടോക്കിംഗ് ഈസ് ഗോയിങ് ഓൺ. മോസ്റ്റ് പ്രോബബ്ലി അത് ഉണ്ടാവും ഇപ്പോൾ തന്നെ. അപ്പോൾ തീർച്ചയായും ഇന്ത്യയിലെ തന്നെ വലിയൊരു സിംഗറായിട്ട് വളരെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ ബോളിവുഡിൽ തിരക്ക് കൂടുന്നൊരു സമയത്ത് മലയാളത്തിലേക്ക് പാടാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വരുമോ അതോ? ഒബ്വിയസ്ലി പറഞ്ഞാൽ ഇവിടെയാണ് ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ ഇൻഡസ്ട്രി വിട്ടു പോവില്ല. ഓക്കെ. വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം എങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ? വീട്ടിൽ എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു. ചെറുപ്പം തൊട്ട് ഞാൻ പാട്ട് പാടാറുണ്ട്. ഇപ്പോൾ സ്കൂളിലായാലും കോളേജിലായാലും ഞാൻ എപ്പോഴും ആക്റ്റീവ് ആയിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ബാംഗ്ലൂർ ഡേയ്സ്. അതെ, വളരെ വലിയൊരു ഹിറ്റ് ഗാനം അതിലുണ്ടായിരുന്നു. അതൊരു 2 വരി കേൾക്കാൻ ഒരാഗ്രഹം എല്ലാവർക്കും ഉണ്ട്. നീലക്കായലുപോൽ തോന്നും മോമൽ കണ്ണാണ്
മൂടിക്കാർ മുകിലും തോൽക്കും നാടൻ ചേലാണ് പണ്ടേ പോരാം പെണ്ണാളെ പൊന്നോണക്കാലത്ത് കണ്ണോ നഞ്ചും കണ്ണാളെ നീ കാണും നേരത്ത് തങ്കത്താമര പോൽ തരരാരാരാരാര തരരാരാരാര തരരാരാരാര. മനോഹരമായിട്ടുണ്ടല്ലേ? അറിയില്ല, പക്ഷേ ആ ഒരു പാട്ടിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയായിരുന്നു അത്? അത് ആക്ച്വലി നിവിൻ ചേട്ടനാണ് എനിക്കൊരു ഒരു മെസ്സേജ് അയച്ചത്, സിദ്ധാർത്ഥന് ഗോപി സുന്ദർ സാറ് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വിളിച്ചിട്ടില്ല, എന്താണ് അപ്പോൾ സിദ്ധാർത്ഥനെ വിളിക്കും, പെട്ടെന്ന് തന്നെ വിളിക്കും, അങ്ങനത്തെ ഒരു കാര്യം പണ്ട് തന്നെ മെസ്സേജ് ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾ മുമ്പ്. പിന്നെ ഒന്നും ഫോണൊന്നും വന്നില്ല, ഒരു 2-3 മാസമൊക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോപി സർ കോൾ മീ ആൻഡ് ടോൾഡ് ഒരു പാട്ടുണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബ്രീഫ് ഒരു ഇത് തന്നു, ദാറ്റ് ക്യാരക്ടർ നിവിൻ ചേട്ടന് വേണ്ടിയാണ് ഞാൻ പാടിയത്. അപ്പോൾ നിവിൻ ചേട്ടൻ നാട്ടിൽ നിന്നാണ് ബാംഗ്ലൂർക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ റൊമാൻറ്റിക് അങ്ങനെ ആക്കേണ്ട, ഒരു നാടൻ ഒരു കുറച്ച് അതും വേണം, ഭയങ്കര റൊമാൻസ് അങ്ങനെ ആക്കണ്ടെന്ന് ഒരു ബ്രീഫിങ് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പാടിയത്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഗോപി സുന്ദർ സാർ ഒന്നും പറഞ്ഞില്ല, അവർ ഭയങ്കര കൂൾ ക്യാരക്ടറാണ്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു പാട്ട് കിട്ടിയതിന് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത് നിവിൻ പോളി എന്ന നടനോടാണ്. അഞ്ജലി മാം ഓൾസോ, അഞ്ജലി മാം നിവിൻ പോളി ചേട്ടനാണ് എനിക്ക് തോന്നുന്നു ഇത് ചെയ്തത്. അപ്പോൾ റെക്കോർഡിങ്ങിനും എല്ലാ സമയത്തെല്ലാം ഡയറക്ടർ കൂടി ഉണ്ടായിരുന്നു എപ്പോഴും? ഇല്ല, ഗോപി ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നു, കാരണം ഹീസ് വെരി ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അതെ, ഇപ്പോൾ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ശ്രീ ഗോപി സുന്ദർ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇതൊന്നും ആദ്യമേ മെനാവതൻ ചെന്നൈ പണ്ട് ഞാൻ ഡെമോ ഒക്കെ കൊടുത്തിട്ടുണ്ട് സാറിന്. അപ്പോൾ റിജക്ട് ആയതാണ് ഞാൻ. റിജക്ട് അടിച്ചിട്ടാണ് ബാംഗ്ലൂർ ഡേയ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും സാറിന് വേണ്ടി ഒരു പാട്ട് പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. സിദ്ധാർത്ഥ്, ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു സംഗീതമായിട്ടുള്ള ഒരു ബന്ധം ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇതിപ്പോൾ 1 വർഷം ആവാറായി തോന്നുന്നു. കേരളത്തിലെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബാൻഡിന്റെ ഭാഗമാണ് സിദ്ധാർത്ഥ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ? തൈക്കുടം ബ്രിഡ്ജ് ആണ് ബാൻഡിന്റെ പേര്. ഓക്കെ, എന്തുകൊണ്ടാണ് പേരിടാനുള്ള കാരണം? അത് ആക്ച്വലി ഒരു സ്റ്റോറിയാണ്. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ബോംബെയിൽ നിന്ന് ഞങ്ങളുടെ ടീമിൽ. അപ്പോൾ അതിൽ പീയൂഷ് കപൂർ പറഞ്ഞൊരു പീയൂഷ് കപൂർ ഉണ്ട്. പീയൂഷ് കപൂർ ഈ ബോംബെയിൽ ഇവരെല്ലാവരും ബോംബെയിൽ നിന്ന് ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ആക്ച്വലി ഞാനും ഗോവിന്ദ് ചേട്ടനും ആയിരുന്നു വി ഗോ ആൻഡ് പിക്കപ്പ്, അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷേ വി ഗോട്ട് സ്റ്റക്ക് അപ്പ് ഇൻ സംതിങ് ആൻഡ് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവിടെ നിന്നൊരു പ്രൈവറ്റ് ടാക്സിക്ക് തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മതി. അവിടെയാണ്, അതിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ. അവിടെ ആയിരുന്നു ഞങ്ങൾ പ്രാക്ടീസൊക്കെ, വി ആർ ഡൂയിങ് പ്രാക്ടീസ് ആണോ ദേ. സോ ഇട്ടോളും. അപ്പോൾ ദാറ്റ് വാസ് ദ ഓൺലി പ്ലേസ്, അറിയണ പ്ലേസ് കേരളത്തിൽ, അറിയണ പ്ലേസ് ഒരു പ്ലേസ് മാത്രമായിരുന്നു, അതായിരുന്നു തൈക്കുടം ബ്രിഡ്ജ്. ആൻഡ് ഹി യൂസ് ടു കോൾ തൈക്കൂടം അങ്ങനെ വെറുതെ അങ്ങനെ കളിയാക്കാണ് പറയായിരുന്നു. അപ്പോൾ ഹി വാസ് ദ വൺ ഹു ലൈക്ക്, കാരണം ഞങ്ങളുടെ ഒരു ബാൻഡ് ആയിരുന്നില്ല, ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ്. ഒരിക്കലും ഒരു ബാൻഡായിട്ട് അങ്ങനെ ഫ്യൂച്ചർ ബാൻഡായിട്ട് പോകണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു പേര് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സമയത്ത് പീയൂഷ് കപൂറാണ് ഇൻസിസ്റ്റ് ചെയ്ത തൈക്കുടം ബ്രിഡ്ജ്. അപ്പോൾ അതന്നെ വെച്ചു. ഇപ്പോഴും ബാൻഡിൽ ആക്റ്റീവ് ആണോ? അതെ, ബാൻഡിൽ തന്നെയാണ് ആക്റ്റീവ്. ഹിന്ദിയിൽ പാടിയതായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലേ? അത് മൈ ഫ്രണ്ട് പിന്റു. ഹിന്ദിയിൽ പാടിയിട്ടില്ല, ഞങ്ങളുടെ ബാൻഡിന്റെ ഒരു പാട്ടുണ്ട് അതിൽ. നിർമ്മിതി, എൻ്റെ എക്സ് ഫാക്ടറുള്ള ബാൻഡായിരുന്നു നിർമ്മിതി. അതിൽ സഞ്ജയ് ലാൽ ബൻസാലി പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, മൈ ഫ്രണ്ട് പിന്റു. അതൊന്ന് കേൾക്കാമല്ലോ. ക്യോं इंतजार रहता है, क्यों बेकरार रहता है, मेरी जान जा या जाने मन. എനിക്ക് ലിറിക്സ് ഓർമ്മയില്ല, കാരണം കുറേ ഇതൊരു എനിക്ക് തോന്നുന്നു കുറേ കൊല്ലങ്ങളായി അത് റിലീസായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇറ്റ്സ് ആക്ച്വലി ഫീമെയിൽ സോങ്. ഞങ്ങൾ ബാൻഡാണ് ചെയ്തത്. ഞങ്ങളുടെ ബാൻഡിൽ ഒരു ഫീമെയിൽ ഉണ്ട്, ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. അപ്പോൾ ബേസിക്കലി എല്ലാം വി വർ ജസ്റ്റ് ഗിവിങ് ദ ഹാർമോണീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. ബേസിക്കലി പാടിയത് ഫീമെയിൽ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് അത്ര ഓർമ്മയില്ലാത്തത്. അപ്പോൾ അത് ഫീമെയിൽ ഓറിയൻറ്റഡ് സോങ് ആയിരുന്നു.
ഈ ഇത്രയും കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയധികം പാട്ടുകൾ പാടി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? നോട്ട് 24 കാലത്തിന്റെ പാട്ട് തന്നെയാണ്. ഡെബ്യൂ പാട്ട്, ഡെബ്യൂ ഫിലിമായിരുന്നു. എനിക്ക് ഡെബ്യൂ അവാർഡ് കിട്ടിയ പാട്ടാണ്. അപ്പൊ തീർച്ചയായും അതിന്റെ ലിറിക്സ് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. അതെ. താരങ്ങളീ യാത്രയിൽ വിരിഞ്ഞു രാത്രിയിൽ കാലങ്ങൾ കാൽപ്പാടുകൾ നിറങ്ങളായെന്നിൽ പെയ്തൊഴിഞ്ഞ താരയോ മായാതെ മെല്ലെ പൂത്തുലഞ്ഞ വീതിയിൽ തീരാതെ അത് തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ആദ്യ ചിത്രത്തിൽ തന്നെ അല്ലേ? ശ്രദ്ധിക്കപ്പെട്ടു പറഞ്ഞാൽ ഡെബ്യൂ അവാർഡ് കിട്ടി എനിക്ക്. പക്ഷെ ഈ പാട്ട് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം അത്ര പ്രൊമോഷൻ ചെയ്തു എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നല്ല പാട്ടിലാണ് അതിൽ ഈവൻ രഘു ദീക്ഷിത്തും ബിജിപാൽ സാറും പാടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ രഘു ദീക്ഷിത് ഒരു പാട്ട് പാടുന്നത്. ദീക്ഷിത് ഭയങ്കര ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഗോവിന്ദ് ചേട്ടൻ ആദ്യമായിട്ടാണ് രഘു ദീക്ഷിതും ബിജിപാൽ സാറിന്റെ ഒരു പാട്ട് ചെയ്തത്. പക്ഷെ ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രൊമോഷൻ അതിന് ഭയങ്കര സങ്കടമുണ്ട്. ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നൊരു വിഷമമുണ്ട് അല്ലേ? അതെ. അറിയപ്പെടുന്ന ഒരു ഗായകൻ, അപ്പൊ ഇനി മ്യൂസിക് ഡയറക്ഷനിലേക്ക് മാറാനുള്ള ഒരു താല്പര്യം എപ്പോഴെങ്കിലും ഉണ്ടോ മനസ്സിലായി? ഇല്ല, ഒരിക്കലും എനിക്ക് പേഴ്സണലി ആയിട്ടൊന്നുമില്ല മ്യൂസിക് ഡയറക്ഷൻ ആയിട്ട് ചെയ്യാൻ. കാരണം ഓൾറെഡി ഗോവിന്ദ് ചേട്ടൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ആവശ്യമില്ല. പക്ഷെ ഞങ്ങളുടെ ബാൻഡ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഫഹദ് ഫാസിലിന്റെ മൂവിയാണ് അത്. മിക്കവാറും ബാൻഡിന്റെ ആദ്യത്തെ ഫിലിമായിരിക്കും ആസ് മ്യൂസിക് ഡയറക്ടർ. തൈക്കുടം ബ്രിഡ്ജ് ആയിരിക്കും മ്യൂസിക് ഡയറക്ഷൻ. സംഗീതം തുടങ്ങുന്ന ഒരു കാലഘട്ടം, ഇപ്പോൾ ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജൊക്കെ ആയപ്പോൾ താനൊരു ഗായകനാണെന്ന് മനസ്സിലാക്കി വരുന്ന ആ ഒരു സമയം. അതെ. അപ്പോൾ ആ സമയത്ത് കിട്ടിയ പ്ലാറ്റ്ഫോംസ് എന്തായിരുന്നു? പ്ലാറ്റ്ഫോം എനിക്ക് ഏറ്റവും ഒരു യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അതുപോലെ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നത് സത്യം പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. കാരണം ഞാൻ മുംബൈ ടീം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ വെസ്റ്റേൺ ഒരിക്കലും ഞാൻ പാടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇംഗ്ലീഷ് പാട്ടുകൾ അത്ര പാടാറില്ല. കേൾക്കാറ് അത്ര ഇല്ല സത്യം പറഞ്ഞാൽ. കേൾക്കണമെന്നുണ്ട് എപ്പോഴും. ഗോവിന്ദ് ചേട്ടനൊക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഭയങ്കര മോശമാണ്, നീ ഇംഗ്ലീഷ് പാട്ട് കേൾക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പാട്ട് ഞാൻ ഇപ്പോൾ ബിക്കോസ് ഓഫ് ദം പീയൂഷ് ഒക്കെ ഉണ്ട്, അപ്പോൾ അവർ കാരണമൊക്കെ ഞാൻ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു എനിക്കൊരു കോൺഫിഡൻസ് ആസ് എ സിംഗർ. കാരണം ഞാൻ ബോംബെ ടീമിൽ സെലക്ട് ആയി. വെസ്റ്റേൺ ഉണ്ടായിരുന്നു, ഇന്ത്യൻ സോങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാഷണൽ അവാർഡ് ഞങ്ങൾക്കാണ് കിട്ടിയത്. നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന് പറയാം. പിന്നെ ഫാമിലി അച്ഛൻ, അമ്മ, ചേട്ടൻ ലണ്ടനിലാണ്. ചേട്ടൻ മാരീഡ് ആണ്. അപ്പോൾ അവിടെ തന്നെയാണ് സെറ്റിൽ. ഇതിലാരെങ്കിലും സംഗീതമായിട്ട് ബന്ധമുള്ളവരാരെങ്കിലും? ചേട്ടനും പാട്ട് പാടും. ഞാനും ചേട്ടൻ ഒരുമിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. ചെറുപ്പത്തിൽ ഇന്ദിര തമ്പാൻ ടീച്ചറായിരുന്നു. അപ്പോൾ കർണാടക കുറച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ ഓർമ്മ ഒന്നുമില്ല. ചെറുപ്പത്തില് പഠിച്ചതാണ്. അച്ഛൻ പാടും, അമ്മയും പാടും. അമ്മ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ പ്രോത്സാഹനം എപ്പോഴും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്? എപ്പോഴും ഉണ്ടായിരുന്നു. ചേട്ടൻ ഇതൊരു പ്രൊഫഷനാക്കി എടുത്തില്ല എന്ന് മാത്രം? ചേട്ടന് ബാൻഡുണ്ട്, ലണ്ടനില് ഒരു ബാൻഡുണ്ട്. അപ്പൊ അവര് അവിടെ പേഴ്സണൽ ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. ചേട്ടൻ സയന്റിസ്റ്റ് ആണ്, റിസർച്ച് ആണ്. പക്ഷെ ഇങ്ങനെ സയന്റിസ്റ്റിനുള്ളിലും ഒരു കലാകാരനുണ്ട്. തൈക്കൂടം ബ്രിഡ്ജ് ശ്രദ്ധിക്കപ്പെട്ട ഒരു ബാൻഡ്. അതിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ ഏതെങ്കിലും ലിറിക്സ് ഓർമ്മയുള്ളത്? മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ നാമോദത്തീരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ നാമോദത്തീരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഇതാണ് തൈക്കുടം ബ്രിഡ്ജിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട? അതെ, എന്നെ ആൾക്കാർ അറിയുന്നത് മന്ദാരച്ചെപ്പുണ്ടോ എന്ന്. പേഴ്സണലി സിദ്ധാർത്ഥന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? അങ്ങനെ ഒരു പാട്ടില്ല, കുറെ പാട്ടുണ്ട് ഇഷ്ടം. എല്ലാം അങ്ങനെ വേറെ വേറെ ജോണേഴ്സ് ആണ്. അപ്പോൾ ഒരു പാട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ ഒറിജിനൽ പാട്ട് പറഞ്ഞാൽ ഫിഷ് റോക്ക് ആണ് ഒറിജിനൽ പാട്ട്. അതൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്.
അയിലമത്തി ചൂരകാരി കണവ കിളിവി കൂരി കരിവിൻ ഒറ്റവാള് പ്രാള് ചൊറുക് ഐക്കൂരാനെത്തോലി പീഡഞ്ഞെന്റെ നിന്നു പൊന്നെ. എനിക്ക് ലിറിക്സ് അറിയില്ല. എനിക്ക് ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ജനിച്ചതും വളർന്നതും ബോംബെയിലാണ്. ഗോരഗാവ്. ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ, കാരണം പൊതുവേ നമ്മൾ ഈ കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന കുട്ടി ഓണം എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഓർമ്മകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഓണത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഒരിക്കലില്ല. കാരണം എനിക്ക് തോന്നുന്നത് ബോംബെയില് ഒക്കെ നന്നായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാട്ടില് ഞാൻ സത്യമായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഓണത്തിന് സെലിബ്രേഷൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പുറത്തൊക്കെ ദുബായില് ബോംബെയിലൊക്കെ ഭയങ്കര സെലിബ്രേഷൻ ആണ്. ഞങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട്, മലയാള അസോസിയേഷൻ, കേരള കലാസമിതി, എൻ്റെ അവിടെയൊക്കെ കുറെ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അസോസിയേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ആക്റ്റീവാണ്. ഞാൻ പൂക്കള മത്സരത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ, കാരണം എൻ്റെ ഓർമ്മ പറഞ്ഞാൽ പൂക്കള മത്സരം ഭയങ്കര ഒരു സംഭവമായിരുന്നു എൻ്റെ അവിടെ. കാരണം ഞങ്ങൾ മാത്രം ബോയ്സ് ടീമായിരുന്നു, ബാക്കി എല്ലാവരും പെൺകുട്ടികൾ ആൻറ്റിമാരൊക്കെ ആയിരുന്നു, ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ മാത്രം, എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഞാനെൻ്റെ ചേട്ടൻ ഗോവിന്ദേട്ടനും ഉണ്ടായിരുന്നു ഒരു കൊല്ലം. അപ്പോൾ ഞങ്ങളൊരു ബോയ്സിന്റെ ടീമാണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ആദ്യത്തെ തവണ ഞങ്ങൾ തേർഡ് വന്നു, അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. സെക്കൻഡ് ടൈം ഞങ്ങൾ സെക്കൻഡ് വന്നു, അപ്പോൾ സങ്കടമായിരുന്നു. ഫസ്റ്റ് ആവാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ മൂന്നാമത്തെ തവണ ഞങ്ങൾ ഫസ്റ്റ് ആയി. അപ്പോൾ ഭയങ്കര, അത് കഴിഞ്ഞ് ഞങ്ങൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് ചെയ്യാറില്ല. പിന്നെ പൊതുവെ എല്ലാവരും ഒരു ഇന്റർവ്യൂ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, അതായത് ഇപ്പോൾ ഞാനത് ചോദിക്കുന്നില്ല, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഓക്കെ, എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്നാലും? അതൊന്നും ചോദിക്കരുത്, അത് ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ എന്തായാലും മ്യൂസിക് മാത്രമാണ് എൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇനി മീൻസ് ഫീമെയിൽ ഫാൻസിനെയൊക്കെ അകറ്റി നിർത്താനാണ് തീരുമാനം? അങ്ങനെ ഒരിക്കലില്ല. ഫാൻസ് എപ്പോഴും നമ്മുടെ ഇൻസ്പിറേഷൻ. അത് തന്നെയായിരിക്കും. ഫാൻസ് കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, ഇന്റർവ്യൂ എടുക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് സിദ്ധാർത്ഥിന് ഈ ഓണമായിട്ട് എന്താണ് സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത്? സന്ദേശം ഒന്നുമില്ല. എല്ലാവർക്കും ആദ്യമായിട്ടും ഓണാശംസകൾ. ഇത്രേ പറയാനുള്ളൂ. കീപ് സപ്പോർട്ടിങ്, കീപ് ലവിങ് ദ സെയിം വേ. ചെയ്യണ പോലെ തന്നെ കീപ് സപ്പോർട്ടിങ്. പിന്നെ സദ്യ ഞാൻ ചിലപ്പോൾ മിസ് ചെയ്യും, അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക, അമ്മയുടെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഹാപ്പി വേണം. ഇത്രയും തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും നമ്മുടെ ഈ ഒരു ചെറിയ അഭിമുഖത്തിന് വേണ്ടി സമയം സ്പെയർ ചെയ്യാൻ കാണിച്ച മഹാമനസ്കതയ്ക്ക് ആദ്യം താങ്ക്സ്. അതുപോലെ തന്നെ ഈ ഒരു ഓണം വളരെ സന്തോഷത്തോടുകൂടെ വരട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് ഓണങ്ങൾ വളരെ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാനും. പിന്നെ എവിടെയെങ്കിലും നല്ല ഓണം, ഇവിടെ നല്ല എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല സെലിബ്രേഷൻ, പൂക്കള മത്സരം, ഞാൻ ഇവിടെയും കോമ്പറ്റീഷനിൽ ഞാൻ റെഡിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് ഒരു ഗായകൻ എന്ന നിലയ്ക്കും ഒരുപക്ഷെ ഒരു നടൻ എന്ന നിലയ്ക്കും ഒരുപാട് ഹൈറ്റ്സിലേക്ക് ഇനിയും സിദ്ധാർത്ഥ് എത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.